നിലവിൽ സ്പീക്കർ വർക്കിംഗ് ആണ്, പക്ഷേ ഇതിന് ചെറിയൊരു തുണയ്ക്ക് പിടുത്തമുണ്ട്. സ്പീക്കറിന് പേപ്പർ ഒരേയുണ്ട് ചെറുതായിട്ട്, ഒരേ സൗണ്ട് ഉണ്ട്. അപ്പം അത് ചെറിയ കൊളുത്തി വെക്കുന്ന സമയത്ത് പ്രശ്നങ്ങൾ കാണിക്കും. അപ്പോൾ എന്തായാലും നമുക്കത് ബാക്കി ഒന്ന് പൊളിച്ച് സെറ്റാക്കി നോക്കാം, റെഡിയാക്കാൻ പറ്റും. അപ്പം ആദ്യമേ മിഡ് റേഞ്ച് മാത്രം ഒന്ന് ഊരിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം മിഡ് റേഞ്ചിൻ്റെ വയറ് കാര്യങ്ങളെല്ലാം ഡിസ്കണക്ട് ചെയ്യണം. ഇവിടെ സ്റ്റിക്കർ പൊളിച്ചിട്ട് സ്റ്റിക്കർ മൊത്തം കീറി കളയാതെ ഈ ഇത്ര ഭാഗം മാത്രമേ ഒന്ന് കട്ട് ചെയ്യും. മൊത്തം പൊളിച്ച് കളഞ്ഞ് കഴിഞ്ഞാൽ വൃത്തിയായിട്ടിരിക്കുമല്ലോ. എന്നിട്ടിത് ഒരു നോക്കുമ്പോൾ പൊടിയാണെങ്കിൽ ക്ലീൻ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ മൊത്തം പൊളിക്കേണ്ടി വരും. ഒരുലോടും മണ്ണും പൊടിയൊക്കെ അതിനകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇത് ഏറ്റവും നല്ലത് ഞാൻ നോക്കിയിട്ട് അഴിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എന്നാ കാണിച്ചെന്ന് പറഞ്ഞാലും പിന്നെ ഇത് പണി കിട്ടും. എവിടെയെങ്കിലും ചെറിയൊരു പൊടി കിടപ്പുണ്ടെങ്കിൽ വീണ്ടും ഇത് പണ്ടത്തെ പിന്നത്തെ ആവും. ടിന്നിട്ട് ഉപയോഗിച്ച് സൈഡ് പൊളിച്ചെടുക്കാം.
വീഡിയോ കുറച്ച് ലെങ്തായി പോകാൻ സാധ്യതയുണ്ട്. കോണിൻ്റെ സൈഡെല്ലാം പൊളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പൈഡറും പൊളിച്ചെടുക്കണം. സ്പൈഡർ കീറി പോകാതെ അതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ആദ്യമേ ടിന്നർ സ്പൈഡറിന് എല്ലാ സൈഡിൽ കൂടെ കറക്റ്റായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് പയ്യെ സ്ക്രൂ ഡ്രൈവർ പൊക്കിയെടുക്കുക. ഇത് വേണമെങ്കിൽ മൊത്തം വലിച്ചു പറിച്ച് കഴിഞ്ഞിട്ട് ഒട്ടിക്കാം. പക്ഷേ അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ പഴയ ഒരു ക്വാളിറ്റി കിട്ടത്തില്ല. എന്ന് വെച്ചാൽ ഒറിജിനൽ കോയിലും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടല്ലോ. അപ്പോൾ അത് പോകാതെ, അത് സ്പൈഡറും കാര്യങ്ങളും കളയാതെ സെറ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ എന്തായാലും ബാക്കി സ്പൈഡറും കൂടെ പൊളിച്ചിട്ട് ബാക്കി നോക്കാം. സാധാരണ എല്ലാ സ്പീക്കറിനെ പൊളിക്കുന്ന പോലെ ബീഡിങ് ടിന്നർ വെച്ച് പൊളിക്കാം. പക്ഷേ ഇതിൻ്റെ സ്പൈഡർ ടിന്നർ വെച്ച് പൊളിക്കാൻ പറ്റത്തില്ലായിരുന്നു. ടിന്നർ ഞാൻ ഒഴിച്ച് നോക്കിയിട്ട് രക്ഷയൊന്നുമില്ല. ലാസ്റ്റ് പിന്നെ ഹോട്ട് എയർ വെച്ച് ചൂടാക്കി സംഭവം സ്പൈഡർ എന്തായാലും പൊക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദയനീയകരമാണ്. മൊത്തം സ്ക്രാച്ചായി കുളമായിട്ടിരിക്കുകയാണ് കോവിൻ്റെ സൈഡൊക്കെ. പിന്നെ ഔട്ടർ പിന്നെ ആയിട്ടില്ല, ഇന്നർ മാത്രമേ ചെറിയായിട്ട് സ്ക്രാച്ച് ആയിട്ടുള്ളൂ. പിന്നെ കുഴപ്പമില്ല. പിന്നെ അകത്ത് ന്യായമായിട്ടുള്ള മണ്ണും പൊടിയും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് എന്ത് ക്ലീൻ ചെയ്ത് വെച്ചെന്ന് പറഞ്ഞാൽ ഈ പൊടി തൊള്ളടത്തോളം കാലം പിന്നെ പണി കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പം മൊത്തം ഇതൊന്ന് ക്ലീൻ ചെയ്ത് ഇതിൻ്റെ സെൻറ്റർ തട്ടി ഉരിയെടുത്ത് അതിൻ്റെ അകത്ത് പൊടിയെല്ലാം കളഞ്ഞ് തിരിച്ച് കയറ്റി സെറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ആദ്യം ഇതൊന്ന് തൂത്ത് ഉടച്ച് ഒന്ന് വൃത്തിയാക്കിയിട്ട് ബാക്കി നമുക്ക് നോക്കാം. സ്പൈഡർ മാക്സിമം പോകാതെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തായാലും ഇത് വലിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് പൊളിച്ച് കളഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ക്വാളിറ്റിയുള്ള സാധനം എനിക്ക് കിട്ടത്തില്ല. പിന്നെ കോയിലിന് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഷോട്ടിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് ചെറുതായിട്ട് സ്ക്രാച്ചായി കോപ്പറിൻ്റെ ഇത് കളർ മാറിയിട്ടുണ്ട്. അതിൻ്റെ വാർണിഷ് പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ ചെറുതായിട്ടൊന്ന് പശയിട്ടൊന്ന് സെറ്റ് ചെയ്ത് എന്തായാലും ഇത് കളയാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ സെൻറ്റർ സ്പീക്കർ വെക്കാൻ നോർത്താണ് ഞാനത് റെഡിയാക്കി എടുത്തിട്ട്. ഇപ്പം കെൻവുഡ് ആയതുകൊണ്ട് വെറുതെ കളയണ്ടല്ലോ എന്നോർത്ത് സെറ്റ് ചെയ്യുന്നത്. അപ്പം ഈ കോയിൽ പറിച്ച് കളഞ്ഞ് കഴിഞ്ഞാൽ ഈ സെയിം അളവിലുള്ള നല്ല കോയിൽ കിട്ടത്തില്ല. 8 ഓംസ് കോയിലേ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ഉപയോഗമില്ല. ഇതാകുമ്പോൾ കറക്റ്റ് 4 ഓംസും ഉണ്ട്. വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഞാൻ തട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് പൊടി ക്ലീൻ ചെയ്തിട്ട് കയറ്റി സെറ്റ്. അകത്ത് എന്തായാലും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേ പുറമെ നോക്കുമ്പോഴത്തേക്ക് ഇതിലെ ഗ്യാപ്പിൽ പൊടിയൊന്നും കാണുന്നില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു ലോഡ് സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ക്ലീൻ ചെയ്തിട്ട് അത് കയറ്റി ഒട്ടിക്കാം. ഈ പേപ്പറൊക്കെ പിടിച്ച് കഴിഞ്ഞ് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പം വേറെ കുറച്ചിട്ട് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൽ കയറ്റി സെറ്റ് ചെയ്യണം. ആദ്യമേ കറക്റ്റ് സീറ്റിംഗ് ആണോ ഒന്ന് നോക്കിയേക്കാം. ഇല്ല പിന്നെ എല്ലാം വെച്ച് കഴിയുമ്പോൾ ഈ പണി കിട്ടിയാൽ ഒന്നും ചെയ്യാൻ മേലാതെ ഇപ്പോൾ.
അപ്പോൾ ഇത് കറക്റ്റാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ വെച്ചേക്കുന്ന അലുമിനിയത്തിൻ്റെ പീസ് കൂടി മാറ്റി ബാക്കി സെറ്റ് ചെയ്യാം. സെൻറ്റർ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിനിടയ്ക്ക് ചെറിയ പൊടിയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അതെന്തെങ്കിലും ഒരു ബേസ് ബോർഡ് എന്തെങ്കിലും സാധനം ഇട്ടിട്ട് കറക്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റി സെറ്റ് ചെയ്ത് പിന്നെ സ്ക്രൂവിൻ്റെ പൊടികളും കാര്യങ്ങളൊന്നും ഒന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് കളയുക, കയറ്റി വെക്കുക. എന്തായാലും എങ്ങനെ സെറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ശകലം പൊടിയൊക്കെ അതിനകത്ത് വരും. അപ്പോൾ അത് മാക്സിമം ക്ലീൻ ചെയ്ത് വെക്കുക. ഇനി അത് ഈ കാന്തപ്പൊടി വരുമല്ലോ, അങ്ങനെ കാണിച്ചു തരും. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റി സെറ്റ് ചെയ്യാം. ക്ലീനിങ്ങും പരിപാടിയും സെൻറ്റർ ഷാഫ്റ്റ് ഒട്ടിക്കാൻ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിന്ന് ബാക്കി പേപ്പർ കാര്യങ്ങളെല്ലാം ഒട്ടിച്ചിട്ട് ടെസ്റ്റ് അടിക്കാം. ഏതായാലും ഗമ്മൊക്കെ ഉണങ്ങുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ഗമ്മെല്ലാം ഉണങ്ങിക്കഴിഞ്ഞ് സ്പീക്കർ ലീഡും കൂടെ സോൾഡർ ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. ഇന്നലെ സ്പീക്കറിൻ്റെ ഗമ്മ കാര്യങ്ങളെല്ലാം ഉണങ്ങി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. സ്പീക്കർ ലീഡെല്ലാം സോൾഡർ ചെയ്തു, മിഡ് റേഞ്ച് സോൾഡർ ചെയ്തു, എല്ലാം കയറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചിട്ട് കാര്യങ്ങളൊന്നുമില്ല, എല്ലാം നീറ്റായിട്ടുണ്ട്. അപ്പോൾ എന്നാലും നമുക്ക് ഓഡിയോ കൊടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെ ഉണ്ടെന്നുള്ളത്.
ഇപ്പോൾ സംഭവം സെറ്റപ്പായിട്ടുണ്ട്, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം പക്കായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.